ഇതിലെ ഇതിലെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 13 വരെ. ധ്യാനത്തിനായിട്ട് 8-ാം വാക്യം. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ജീവിതയാത്രയിൽ ഏത് വഴിക്കാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് നിശ്ചയമില്ലാത്ത ചില നാൽക്കവലകളിൽ പലരും എത്താറുണ്ട്. വല്ല ചൂണ്ടുപലകയും അവിടെ എങ്ങാനും ഉണ്ടോ എന്നവർ അന്വേഷിക്കും. ചൂണ്ടുപലക കാണാതെ വരുമ്പോൾ അതൊരു പ്രശ്നമായി തീരുന്നു. മനസ്സിനെ പ്രശ്നിക്കുന്ന പ്രശ്നം. ദൈവകൽപ്പനയനുസരിച്ചുള്ള മാർഗം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് മേൽപ്പറഞ്ഞ പ്രശ്നം അലട്ടാറുള്ളത്. എന്നാൽ ആ വഴിയിൽ കൂടി പോകൂ എന്ന് അകലെ നിന്നുകൊണ്ട് ആജ്ഞാപിക്കുന്ന ഒരാളല്ല ദൈവം എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. നേരെ മറിച്ച് ഇതിലേ വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഈശ്വരാർപ്പിതമായ ജീവിതം നയിക്കുന്നവർക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നിശ്ചയമില്ലാത്ത നാൽക്കവലകളിൽ എത്തുമ്പോൾ വിഷമിക്കേണ്ടി വരികയില്ല. ഇതിലേ വരൂ എന്ന ആഹ്വാനം കേൾക്കാൻ കഴിയാതെ പല വാതിലുകളിലും ചെന്ന് മുട്ടുന്നവരുണ്ട്. പോകുന്ന വഴി ശരിയായ മാർഗമാണോ എന്ന് നിശ്ചയമില്ലാത്തവരാണ് മറ്റു ചിലർ. രണ്ടു കൂട്ടരും ഇതിലേ വരൂ എന്ന വിളി കേൾക്കാൻ കഴിയാത്തവരായിരിക്കും. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുഷ്ഠരോഗ വിഭാഗത്തിൻ്റെ മേധാവിയായ ഡോക്ടർ ബ്രാൻഡ് എങ്ങനെയാണ് ആ ദിവ്യവിളി കേട്ടതെന്നുള്ളത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: കടന്നു പോകേണ്ട വാതിൽ ഏതെന്ന് കണ്ടുപിടിക്കാൻ പലരും തേടി നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ വാതിൽ കടന്നു എന്ന് ഒരിക്കലും മനസ്സിലാക്കാതെ തന്നെ കടന്നു പോകുന്നു. ഇതിൽ രണ്ടാമത്തെ കൂട്ടത്തിലാണ് താൻ ഉൾപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. വാതിൽ തപ്പി നടക്കാതെ തൻ്റെ മുമ്പിൽ കണ്ട ചുമതല ഏറ്റെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് സമരരംഗത്ത് സേവനമനുഷ്ഠിച്ച അദ്ദേഹം യുദ്ധാനന്തരം ഇംഗ്ലണ്ടിൽ ഒരു ഡോക്ടറായി കഴിയാനാണ് ആഗ്രഹിച്ചത്. ആ സമയത്താണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കേബിൾ സന്ദേശം കിട്ടിയത്. ഉടനെ തന്നെ 1 കൊല്ലത്തെ സേവനത്തിനായി അദ്ദേഹം വെല്ലൂരിലെത്തി. സ്വന്തം രാജ്യത്ത് മികച്ച ജീവിത സൗകര്യങ്ങളും പണസമ്പാദന മാർഗങ്ങളും വരൂ വരൂ എന്ന് മാടി വിളിച്ചപ്പോൾ ഒന്ന് നിൽക്കൂ, 1 വർഷം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് വെല്ലൂരിലെത്തിയ ഡോക്ടർ ബ്രാൻഡ് അവിടുത്തെ കുഷ്ഠരോഗികളുടെ ദയനീയ നില കണ്ട് മനസ്സലിഞ്ഞ് അവരെ പരിചരിക്കുകയും കുഷ്ഠരോഗ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ ചില നൂതന പാന്താവ് വെട്ടിത്തുറക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ വെല്ലൂരിന് വേണ്ടി അദ്ദേഹം ജീവിതം അർപ്പിച്ചു. താൻ കടന്നുപോയ വാതിൽ ശരിയായിട്ടുള്ളതായിരുന്നുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിന് പറയുവാൻ കഴിഞ്ഞു. എന്ത് കിട്ടുമെന്നല്ല, ദുരിതമനുഭവിക്കുന്ന കുഷ്ഠരോഗികൾക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഡോക്ടർ ബ്രാൻഡിൻ്റെ ജീവിത ലക്ഷ്യം. എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് പകരം എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ മുൻപിൽ കാണുന്ന ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ജീവിതം അർപ്പിക്കുന്നവർക്ക് ഇതിലേ വരൂ എന്ന നേരിയ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാകുന്ന ജീവനമാർഗം തിരഞ്ഞെടുക്കുമെന്ന് നാം തീരുമാനിക്കുമ്പോൾ നമുക്ക് വഴി തപ്പി നടക്കേണ്ടി വരികയില്ല. ഓർക്കണമേ, പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള ദൈവഭക്തിയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും നാം നിരാശപ്പെടേണ്ടി വരും. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാം വാക്യം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്നും ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.